ഹായ് നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വിഷയം എന്ന് പറയുന്നത് ചകിരിച്ചോറാണ്. കുറെ ആൾക്കാർ നമ്മളോട് വിളിച്ച് ചോദിച്ചിട്ടുണ്ട് ഈ ചകിരിച്ചോറ് കൃഷിയിൽ ഉപയോഗിക്കാൻ പറ്റുമോ എന്നുള്ളത്. അപ്പൊ ഇത് ആണ് ചകിരിച്ചോറാണ്. ഇത് നമ്മൾ റോ ആയിട്ട് വരുന്നത്, അതായത് ചാക്കിനകത്തായിട്ട് വരുന്ന സാധനമാണ്. പിന്നെ ഇതുപോലെ നമുക്ക് ബ്രിക്ക് ആക്കി ചകിരിച്ചോറ് വരുന്നുണ്ട്. അതൊരു 4.5 കിലോ 2 കിലോയുടെ ഒക്കെ പാക്കറ്റ്, അതായത് ചെറിയ പാക്ക് സൈസിൽ കംപ്രസർ ആയിട്ട് വരുന്നുണ്ട്. സാധാരണ കൃഷിയിൽ എല്ലാവരും ഉപയോഗിക്കുന്നത് ആ കംപ്രസ് ചെയ്ത സാധനമാണ് വാങ്ങി ഉപയോഗിക്കുന്നത്. അപ്പൊ ചകിരിച്ചോറ് കൃഷിയിൽ ഉപയോഗിക്കാൻ പറ്റുമോ എന്നുള്ളതാണ് എല്ലാവർക്കും ഉള്ളൊരു സംശയമാണ്. നോർമൽ കേസിൽ ചകിരിച്ചോറ് കൃഷിയിൽ ഉപയോഗിക്കുന്നത് ഒരു റിവേഴ്സ് എഫക്റ്റ് ആണ് ചെടികളിൽ ഉണ്ടാക്കുന്നത്. കാരണം ചകിരിച്ചോറ് എന്ന് പറയുന്ന സാധനം നോർമൽ രീതിയിൽ അത് കമ്പോസ്റ്റ് ആകില്ല. കമ്പോസ്റ്റ് ആകാനായിട്ട് 100 വർഷങ്ങൾക്ക് മേലെടുക്കുന്ന ഒരു സാധനമാണ് ചകിരിച്ചോറ് എന്ന് പറയുന്നത്. അപ്പൊ ഇത് റോ ആയിട്ടുള്ള ചകിരിച്ചോറാണ്. അത് നമ്മുടെ മില്ലിൽ നിന്നൊക്കെ വരുന്ന ആ ചകിരിച്ചോറാണ്. ഇത് നമ്മളെടുത്ത് മണ്ണിലിട്ട് കഴിഞ്ഞാൽ ഒരു 100 വർഷം കഴിഞ്ഞാലും ഈ ചകിരിച്ചോറ് അതുപോലെ തന്നെ കിടക്കും. അപ്പൊ 100 വർഷങ്ങൾക്ക് മേൽ സമയം എടുത്താൽ മാത്രമാണ് ഇത് ഒരു കമ്പോസ്റ്റ്, അതായത് ഡീക്കേ ചെയ്യാൻ തുടങ്ങുന്നത്. അത്രയും സമയം എടുത്തിട്ടാണ്. എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മൾ ചകിരിച്ചോറിന്റെ കറ എന്ന് ആൾക്കാർ പറയുന്നുണ്ട്. അപ്പൊ നമ്മൾ എന്തുകൊണ്ടാണ് ചകിരിച്ചോറ് കൃഷിയിൽ ഉപയോഗിക്കാത്തതെന്ന് ചോദിച്ചാൽ ആൾക്കാർ പറയും അത് കറയുള്ളത് കൊണ്ടാണെന്ന് പറയും. എന്താണ് ഈ കറ എന്ന് പറയുന്നത്? കറ എന്ന് പറയുന്നത് ഈ ചകിരിച്ചോറിന്റെ ഈ ചോറിനകത്ത് ലിഗ്നിൻ എന്ന് പറയുന്ന ഒരു കെമിക്കൽ കോമ്പൗണ്ട് ഉണ്ട്. ഈ ലിഗ്നിൻ ആണ് ശരിക്കും സെൽവാൾ തിക്നെസ്, അതായത് ഓരോ സസ്യത്തിന്റെയും സെൽവാൾ തിക്നെസ് കൂട്ടുന്ന ഒരു കെമിക്കൽ കോമ്പൗണ്ട് ആണ് ലിഗ്നിൻ എന്ന് പറയുന്നത്. ഈ ലിഗ്നിൻ ഡീകമ്പോസ് ആയാൽ, അല്ലെങ്കിൽ ലിഗ്നിന്റെ ആ വാള് ബ്രേക്ക് ചെയ്താൽ മാത്രമാണ് ഏത് സാധനവും അഴുകാൻ തുടങ്ങത്തുള്ളൂ. അപ്പൊ ഈ ലിഗ്നിൻ എന്ന് പറയുന്ന സാധനം ഏറ്റവും ഹാർഡായിട്ട് കാണുന്ന ഒരു സാധനമാണ് ചകിരിച്ചോറ് എന്ന് പറയുന്നത്. അല്ലെ തെങ്ങിന്റെ ഏത് സാധനം എടുത്താലും അതിനകത്ത് ലിഗ്നിൻ വളരെ സ്ട്രോങ് ആയിട്ടുണ്ടാവും. അതുപോലെ തന്നെയാണ് മരപ്പൊടി ഇതേപോലെ തന്നെ ആൾക്കാർ പലരും ചോദിക്കണം. മരപ്പൊടിയൊക്കെ എടുത്ത് കമ്പോസ്റ്റ് ചെയ്തല്ലാതെ നമ്മൾ കൃഷിയിൽ ഉപയോഗിച്ച് കഴിഞ്ഞാൽ അതൊക്കെ നെഗറ്റീവ് എഫക്റ്റ് ആണ് ഉണ്ടാക്കുന്നത്. അപ്പൊ ഈ ലിഗ്നിനെ ബ്രേക്ക് ചെയ്തിട്ട് വേണം നമ്മൾ ഇതിനെ ചെടികൾക്ക് അതായത് ചെടികളുടെ ചോട്ടിൽ ഇട്ട് കൊടുക്കാനായിട്ട്. ഇനി അല്ല എന്നുണ്ടെങ്കിൽ എന്താണ് സംഭവിക്കുന്നത് വെച്ചാൽ ഈ ചകിരിച്ചോറ് ഡീകമ്പോസ് ചെയ്യാൻ വേണ്ടിയിട്ട് നൈട്രജൻ വളം വലിച്ചെടുക്കും. അതായത് നമ്മളിപ്പോ ചെടികൾക്ക് വളം കൊടുത്തു കഴിഞ്ഞാൽ ആ വളത്തിനകത്തെ നൈട്രജനെ ഈ ചകിരിച്ചോറ് വലിച്ചെടുത്തുകൊണ്ടിരിക്കും. അങ്ങനെ നൈട്രജൻ ഉണ്ടെങ്കിൽ മാത്രമാണ് ഒരു കമ്പോസ്റ്റിംഗ് എന്ന് പറയുന്നത് നടക്കുന്നത്. കാരണം ഈ ചകിരിച്ചോറ് എന്ന് പറയുന്നത് കാർബണിന്റെ ഒരു റിച്ച് സോഴ്സ് ആണ്. അപ്പൊ കാർബണും നൈട്രജനും ഉണ്ടെങ്കിൽ മാത്രമേ ഇത് ഡീകമ്പോസ് ആകത്തുള്ളൂ, ഇത് കമ്പോസ്റ്റ് ആകത്തുള്ളൂ. അപ്പൊ ഈ ഒരു പ്രോസസ്സ് നടക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ചെടിയുടെ ചോട്ടിലേക്ക് കൊടുക്കുന്ന എല്ലാ നൈട്രജൻ വളങ്ങളും ഈ ചകിരിച്ചോറ് വലിച്ചെടുക്കും, അല്ലെങ്കിൽ അറക്കപ്പൊടി വലിച്ചെടുക്കും. അപ്പൊ നമ്മൾ എത്ര വളം കൊടുത്താലും അത് ചെടിക്ക് കിട്ടണമെന്നില്ല. അതിന്റെ ഒരു 60 മുതൽ 80% വരെ ഈ ചകിരിച്ചോറ് ഇങ്ങനെ വലിച്ചെടുത്തോണ്ടിരിക്കും. അപ്പൊ അതാണ് മെയിനായിട്ട് ചകിരിച്ചോറ് ഒരു കാരണവശാലും നമ്മൾ കൃഷിയിൽ ഉപയോഗിക്കരുതെന്ന് പറയുന്നത്. നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നത് കമ്പോസ്റ്റ് ആക്കി വരുന്ന ചകിരിച്ചോറാണ് ശരിക്കും ഉപയോഗിക്കാൻ പറ്റുന്നത്. ശരിക്കും നമ്മൾ ഈ ബ്രിക്ക് ആക്കി വരുന്ന കമ്പോസ്റ്റ് ഉണ്ട്, ബ്രിക്ക് ആക്കി വരുന്ന ചകിരിച്ചോറുണ്ട്. ഈ ബ്രിക്ക് ആണെങ്കിൽ പോലും ആ ബ്രിക്ക് വരുന്നത് എവിടുന്നാണ്, അത് കമ്പോസ്റ്റ് ചെയ്തതിന് ശേഷമാണോ ഇത് ബ്രിക്ക് സൈസിലേക്ക് ഹൈഡ്രോളിക് പ്രഷർ ഉപയോഗിച്ച് ആ ബ്രിക്ക് ആക്കുന്നതെന്ന് നമ്മൾ അറിഞ്ഞിട്ട് വേണം അത് വാങ്ങി നമ്മൾ ചെടിക്ക് ഉപയോഗിക്കാൻ. അല്ലെങ്കിൽ അതിനും ഇതേ അവസ്ഥ തന്നെയാണ് വരുന്നത്. അപ്പൊ ഇത് കമ്പോസ്റ്റ് ചെയ്യാനായിട്ട് എന്താണ് ചെയ്യുന്നത് വെച്ചാൽ ഈ ലിഗ്നിനെ ബ്രേക്ക് ചെയ്യുന്ന പ്ലൂറിറ്റസ് എന്ന് പറയുന്ന ഒരു ഫംഗസ് ഉണ്ട്. ഈ പ്ലൂറിറ്റസ് ഉപയോഗിച്ച് ഇതിന്റെ സെല്ല് ഈ ലിഗ്നിനെ ബ്രേക്ക് ചെയ്തിട്ട് അതിനകത്ത് നൈട്രജൻ ആഡ് ചെയ്തിട്ടൊക്കെയാണ് ഇതിനെ കമ്പോസ്റ്റ് ചെയ്യുന്നത്. ഇവിടെ നമ്മുടെ കോയർഫിഡിലാണ് ശരിക്കും ഇതിന്റെ ഒരു കമ്പോസ്റ്റിംഗ് രീതി നല്ല രീതിയിൽ നടക്കുന്നത്. അവർ ചെയ്യുന്ന രീതി എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, നമ്മൾ അറിഞ്ഞിരിക്കുന്നത് അവർ ചെയ്യുന്ന രീതി. ഇപ്പോ ചകിരിച്ചോറ് എടുക്കുന്നു, ഈ പ്ലൂറിറ്റസ് അതിനകത്തേക്ക് ആഡ് ചെയ്യുന്നു, അതിനോടൊപ്പം തന്നെ യൂറിയ കൂടി ഇട്ടിട്ടാണ് അതിനെ, അതായത് യൂറിയ എന്ന് പറയുന്ന നൈട്രജന്റെ ഒരു റിച്ച് സോഴ്സ് ആണ്, ആ നൈട്രജൻ ഇട്ടിട്ടാണ് അവരത് കമ്പോസ്റ്റ് ആക്കുന്നത്. ആ കമ്പോസ്റ്റ് ആണ് സീപോം എന്ന് പറയുന്ന പേരിൽ നമുക്ക് കിട്ടുന്നത്. സീപോം എന്ന് പറയുന്ന പേരിൽ ചാക്കിനകത്താക്കി നമുക്ക് കിട്ടുന്നുണ്ട്. അത് ഈ ഒരു രീതിയിൽ പ്രോസസ് ചെയ്തെടുക്കുന്നതാണ്. അപ്പൊ നമുക്ക് ചെയ്യാൻ പറ്റുന്ന പറഞ്ഞാല് നമ്മളുടെ ഈ ഗ്രീൻ എം പ്ലസ് എന്ന് പറയുന്ന ഒരു പ്രോഡക്റ്റ് നമ്മുടെ കയ്യിലുണ്ട്. ഇത് നമ്മൾ കമ്പോസ്റ്റിങ്ങിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതാണ്. ഇതിനകത്ത് ഈ പ്ലൂറിറ്റസ് എന്ന് പറയുന്ന ഈ ഫംഗസ് ഉള്ളത് കൊണ്ട് തന്നെ ഇത് നല്ല രീതിയിൽ ഇതിന്റെ ഈ ലിഗ്നിനെ ബ്രേക്ക് ചെയ്യും. അത് വളരെ ഫാസ്റ്റ് ആയിട്ട് ബ്രേക്ക് ചെയ്യും. നമ്മൾ ഇതിനകത്തേക്ക് നമ്മളുടെ പച്ചിലകൾ, അതായത് നമ്മുടെ പത്തലയോ അങ്ങനെയുള്ള പച്ച ഗ്രീൻ മാറ്റർ ആയിട്ടുള്ള എന്ത് സാധനം, ഇപ്പൊ വെജിറ്റബിൾ വേസ്റ്റ് ആയിക്കോട്ടെ, അങ്ങനെയുള്ള എന്ത് സാധനങ്ങൾ നമ്മൾ ആഡ് ചെയ്താലും അതിനകത്തുള്ള നൈട്രജൻ ഉണ്ട്. അപ്പൊ ആ നൈട്രജനും ഇതിനകത്തെ കാർബണും കൂടെ ചേർന്ന് ഇത് കമ്പോസ്റ്റ് ആക്കി മാറ്റും. ഇത് കമ്പോസ്റ്റ് ആക്കി മാറും.
ഈ അതിനകത്തുള്ള അതായത് നമ്മുടെ ഈ വെജിറ്റബിൾ വേസ്റ്റ് നമ്മുടെ പച്ച കളറിലെ ഗ്രീൻ മാറ്ററിലുള്ള നൈട്രജനും ഇതിനകത്തെ കാർബണും കൂടി ചേർന്നിട്ട് ഈ കമ്പോസ്റ്റിംഗ് പ്രോസസ്സ് നടക്കുകയും ഇത് നല്ല ഒരു കമ്പോസ്റ്റ് ആയിട്ട് മാറുകയും ചെയ്യും. അപ്പൊ അത് കാർബൺ റിച്ച് ആയിട്ടുള്ള ഒരു കമ്പോസ്റ്റ് ആയിട്ട് അത് മാറും. അപ്പൊ നമുക്ക് ഈ ചകിരിച്ചോറിനെ ഏറ്റവും പെട്ടെന്ന് കമ്പോസ്റ്റ് ആക്കാനായിട്ട് ശരിക്കും നമ്മുടെ ഈ ഗ്രീൻ എം പ്ലസ് എന്ന് പറയുന്ന സാധനം ഉപയോഗിച്ചാൽ പറ്റും. അത് മാത്രമല്ല, ഇത് ഉപയോഗിക്കുന്നതോടൊപ്പം ഇതിനെ കമ്പോസ്റ്റ് ചെയ്യാൻ വേണ്ടി മാത്രമല്ല, അതിനെ ശരിക്കും പറഞ്ഞാൽ അതിന്റെ കൂട്ടത്തിൽ ബാക്കിയുള്ള എല്ലാ വെജിറ്റബിളിന്റെ വേസ്റ്റുകളും എല്ലാത്തരം അഴുകിപ്പോകുന്ന എല്ലാ വേസ്റ്റുകളും ഇതിന്റെ കൂടെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ശരിക്കും റിച്ച് സോഴ്സ്, നമുക്ക് ഏറ്റവും നല്ല ഒരു വളം ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും. അതോടൊപ്പം തന്നെ ഈ ചകിരിച്ചോറിനെ നമുക്ക് ഇതുപോലെ കൃഷിയിൽ ഉപയോഗിക്കാൻ പറ്റും. അപ്പൊ ഇങ്ങനെ മാത്രമായിരിക്കണം ചകിരിച്ചോറ് നമ്മൾ കൃഷിയിൽ ഉപയോഗിക്കേണ്ടത്. അതല്ലാതെ നമ്മൾ കൃഷിയിൽ ചകിരിച്ചോറ് ഉപയോഗിച്ചു കഴിഞ്ഞാൽ അതിനൊരു നെഗറ്റീവ് ഇമ്പാക്റ്റ് ആയിരിക്കും ഉണ്ടാകുന്നത്. നമ്മൾ കൊടുക്കുന്ന വളങ്ങളെല്ലാം തന്നെ ഈ ചകിരിച്ചോറ് വലിച്ചെടുക്കും. ഇനി അത് മാത്രമല്ല, മഴക്കാലത്ത് നമ്മൾ ഗ്രോ ബാഗ് ഫില്ല് ചെയ്യാനായിട്ട് സാധാരണ ചകിരിച്ചോറ് എടുക്കാറുണ്ട്. മഴക്കാലത്തൊക്കെ നമ്മൾ അധികമായിട്ട് ഈ ചകിരിച്ചോറ് ആഡ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അതിനകത്ത് വെള്ളം നന്നായിട്ട് വലിച്ചു നിൽക്കരുത്, ഇതിന്റെ വേരുകൾ അഴുകിപ്പോകാനായിട്ടുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ചകിരിച്ചോറ് ശരിക്കും ഉപയോഗിക്കുമ്പോൾ നമ്മൾ അതൊക്കെ നോക്കിയിട്ട് വേണം ഉപയോഗിക്കാനായിട്ട്. വേനൽക്കാലത്ത് ശരിക്കും ചകിരിച്ചോറ് ഉപയോഗിക്കുന്നത് നല്ലതാണ്, നന്നായിട്ട് വാട്ടർ ഹോൾഡ് ചെയ്ത് നിർത്തും. അപ്പോൾ ഇതുപോലുള്ള ചെറിയ ചെറിയ കാര്യങ്ങൾ നമ്മൾ അറിഞ്ഞിരുന്നു കഴിഞ്ഞാൽ നമുക്ക് ഇതൊക്കെ ഉപയോഗിക്കുമ്പോൾ ഉണ്ടാകുന്ന നല്ലതാണോ ചീത്തയാണോ, നല്ലത് എന്താണോ ചീത്ത എന്താണെന്നൊക്കെ അറിഞ്ഞിരുന്നു കഴിഞ്ഞാൽ നമുക്ക് ഇതൊക്കെ വളരെയധികം പ്രയോജനപ്പെടുത്താൻ പറ്റും. അപ്പോൾ ചകിരിച്ചോറുമായിട്ട് ബന്ധപ്പെട്ടുള്ള നിങ്ങളുടെ സംശയങ്ങൾ ഇതോടുകൂടി മാറിക്കാണും എന്ന് വിശ്വസിക്കുന്നു. നമുക്ക് ഇതിനെക്കുറിച്ച് അറിയാവുന്ന കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞത്. അപ്പോൾ അടുത്ത ഒരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ഗുഡ് ബൈ.